ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. അപ്പോൾ താലന്ത് എന്ന് പറഞ്ഞ സ്വർണ്ണ നാണയമാണ്. ഒരുത്തിന് എന്ത് കൊടുത്ത്? ഒരുത്തിന് 5, വേറൊരുത്തിന് 2, വേറൊരുത്തിന്. എങ്ങനെയാണ്? കഴിവനുസരിച്ചാണ്. സിവിൽ പോയിന്റ് നോക്കിയിട്ട് കൊടുത്തിരിക്കുകയാണ്. ബാങ്കുകാർ പറയണ സിവിൽ പോയിന്റ് ഇല്ലേ, എന്നിട്ട് തിരിച്ചടക്കാനുള്ള കഴിവ്. തിരിച്ചടക്കണത് ഭയങ്കര പ്രശ്നമാണ്. ബാങ്കിൽ മാത്രമല്ല, ദൈവത്തിലും തിരിച്ചടവിന് പ്രശ്നം. സ്പോണ്ടേനിയസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തിരിച്ചടവുണ്ടോ ഇല്ലയെന്ന് നോക്കും ദൈവം. ഓരോരുത്തരുടെയും കഴിവനുസരിച്ചാണ്, റീഫണ്ടിങ് കപ്പാസിറ്റി നോക്കിയിട്ടാണ് ദൈവം അനുഗ്രഹം കൊടുക്കണത്. ഈ ഉടമ്പടി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റീഫണ്ടിങ് കപ്പാസിറ്റി കൂട്ടും. നിങ്ങൾ വെറുതെ പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമില്ല. വെറുതെ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് എന്തെങ്കിലും വിഷയം ബൈബിൾ എടുത്ത് വായിക്കുന്നതിനേക്കാളും ഇത് ക്ലെയിം ഉള്ളത് എന്താണ്? നമ്മളതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, റീഫണ്ട് ചെയ്യുന്നുണ്ട്, തിരിച്ച് ദൈവം അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉറപ്പല്ലേ? അനുഗ്രഹം തരിക മാത്രമല്ല, ദൈവം തിരിച്ചെന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. തന്ന അനുഗ്രഹത്തിൻ്റെ ഇരട്ടി തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് അതിലാണ് ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് എന്ന് പറയണത്. വചനം എത്രയാണത്? 25:15. ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഒരാൾക്ക് 5 താലന്ത്, ഒരാൾക്ക് 2 താലന്ത്, ഒരാൾക്ക് 3 താലന്ത്, ഒരാൾക്ക് 2 താലന്ത്, ഒരാൾക്ക് 1 താലന്ത്. അവസാനം 1 താലന്ത് കിട്ടിയവർ എന്നാ ചെയ്തിരിക്കണത്? മത്തായി 25:18. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ, മത്തായി 25:18, എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനന്റെ പണം മറച്ചു വെച്ചു. ഈ കക്ഷിക്ക് അറിയാവുന്ന കാര്യം ഇതാണ് ആകപ്പാടെയുള്ളത്. വേറെ ഒരു പരിപാടി അറിയത്തില്ല. എന്നിട്ട് മാറിക്കിടന്ന് മൂക്കറ്റം തിന്നിട്ട് ഉറങ്ങും. അത്രേ ഉള്ളൂ. കുഴിച്ചിടുന്ന പാർട്ടിയാണ്. അതായത് ഈ ഉടമ്പടി എടുത്തിട്ട് പിന്നെ കുഴിച്ചിടുന്ന ക്രിസ്ത്യാനികളെ കെട്ടിക്കഴിഞ്ഞാൽ ദൈവം അവനെ പിടിച്ച് കുഴിച്ചിടാൻ സാധ്യതയുണ്ട്. എന്താ പറയുക? ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിട്ടിയ അനുഗ്രഹത്തെ അത് ഇരട്ടിപ്പിക്കാൻ നോക്കണം. ഇത് അനുഗ്രഹമായാലും സൽപ്രവൃത്തി ആയാലും ദൈവം ഇരട്ടിയാണ് ആഗ്രഹിക്കുന്നത് തിരിച്ച്. അതുകൊണ്ട് ഈശോയുടെ രീതിയെല്ലാം അങ്ങനെയാണ്. 1 മൈൽ പോകാൻ പറഞ്ഞാൽ 2 മൈൽ പോകണമെന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയാണ്. അത് ഇതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് തരുന്നതിൻ്റെ പകുതിയാണ് ചെയ്യണത്. അത് ആ കുഴിച്ചിടുന്ന പാർട്ടിയെ പോലെ വരും. അതാണ് വരാൻ വരെ പല ആൾക്കാരുടെ ഉടമ്പടി ക്രാക്കാകാത്തതിൻ്റെ കാരണം ഇതുപോലെ കുഴിച്ചിടൽ പാർട്ടികളായതുകൊണ്ടാണ്. ദൈവം നമ്മളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിവനുസരിച്ചാണ് കൊടുക്കണത്. അല്ലാതെ ഇതിൻ്റെ അകത്ത് എല്ലാവർക്കും ഒരുപോലെ അല്ല കൊടുക്കണത്. ആർക്കാണ് കൂടുതൽ വിശ്വസിക്കാനോ പ്രാർത്ഥിക്കാനോ അതനുസരിച്ച് ദൈവസ്നേഹത്തോടെ പ്രവർത്തിക്കാനോ കഴിയുന്നവന് ദൈവം ഇരട്ടി കൊടുക്കും. ഭൗതിക ആനുകൂല്യം മാത്രമല്ല, ദൈവത്തിൽ നമുക്ക് ലഭിക്കുന്നത് ദൈവിക കൃപയാണ്. അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അത് നിത്യമഹത്വത്തിന് ഉതകുന്ന ദൈവത്തിൻ്റെ ശക്തിയാണത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾ, ഒരു കാരണം മാന്യം കൂടാതെ, സൽപ്രവർത്തികളിൽ മാന്യം കൂടാതെ, ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന നിങ്ങളോട് സൽപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കാം. അത് സമ്മർദ്ദമാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുഴിച്ചിടുന്ന പാർട്ടിയാണെന്ന് ദൈവത്തിന് നേരത്തെ അറിയാൻ പറ്റും. ഇതൊന്നും നടക്കത്തില്ല. ഉടമ്പടിത്തിക്കൊണ്ട് വീട്ടിൽ വെച്ചിട്ട്
നിങ്ങളുടെ പരിപാടിക്ക് പോകുകയുള്ളൂ, ഒരു രോഗിയെ പോലും പോയി കാണത്തില്ല, ഒരു പത്രം പോലും കൊടുക്കുകയും കൊടുക്കത്തില്ല എന്നെല്ലാം ദൈവത്തിന് അറിയാവുന്ന കുഴിച്ചിടുന്ന പാർട്ടിയാണെന്ന് ദൈവത്തിന് നേരത്തെ അറിയാൻ പറ്റും. ആ കുഴിച്ചിടുന്ന പാർട്ടിയോട് ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ചോദിച്ചേ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. വായിച്ചോളൂ. യജമാനൻ പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ഭൃത്യ, ഞാൻ വിതയ്ക്കാത്തിടത്ത് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നവനും ആണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ. എൻ്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു. ഞാൻ വന്ന് എൻ്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു. ആ താലന്ത് അവനിൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കുക, ഉള്ളവന് നൽകപ്പെടും. ദുഷ്ടനും മടിയനുമായ ഭൃത്യനിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കുകയാണ്. ഇതാണ് പ്രശ്നം. ഇത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നേരെ ചൊവ്വേ കാണുന്ന വിഷയങ്ങളാണ്. പല ആൾക്കാർ ഉടമ്പടി എടുത്തിട്ട് പകുതി കിട്ട് കളഞ്ഞില്ലേ? പകുതി കിട്ട് കളഞ്ഞവരൊക്കെ ഇത് കേൾക്കുമ്പോൾ തിരിച്ച് അനേകം ആയിരക്കണക്കിന് ആൾക്കാരാണ് ആദ്യ കാലങ്ങളിൽ വന്നിട്ട് ഉടമ്പടി എടുത്തിട്ട് കാര്യം മനസ്സിലാകാതെ കുറച്ച് ചെയ്യാതെ പോണത്. അവർ കാര്യം മനസ്സിലാക്കി ഇപ്പോൾ ആൾക്കാർ ഒത്തിരി പേര് ഉടമ്പടി എടുത്ത് അവർ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അവർ വീണ്ടും ഉടമ്പടി കാര്യങ്ങൾ മനസ്സിലാക്കി രണ്ടാമത് പുതുക്കി ഭംഗിയായിട്ട് കൊണ്ടുപോകണത്. എന്നുവെച്ചാൽ നമ്മളെ കൃത്യം സത്യസന്ധരാണെങ്കിൽ അല്ലെങ്കിൽ ദുഷ്ടനും മടിയനുമായ ഭൃത്യ എന്നല്ലേ വിളിക്കണത്. അപ്പം സ്വാഭാവികമായിട്ടും ഉടമ്പടിയിലുള്ള സൽപ്രവൃത്തികൾ ദൈവസ്നേഹത്തോടെ തന്നെ ചെയ്യണം. ഇപ്പോൾ തന്നെ എഡ്വിൻ സാറിൻ്റെ സാക്ഷ്യം മിനി രാജൻ എന്താ പറയണത്? സാറിനോട് പറഞ്ഞപ്പോൾ സാറാണ് എന്നെ വന്ന് വിളിച്ചത്. ഞാൻ എങ്ങനെയാണ് സാറേ ആലപ്പുഴ പോകണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ കൊണ്ടുപോകാം, വണ്ടി സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോകണമെന്നില്ല. കണ്ടില്ലേ? അതൊക്കെ പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇനി അവളോട് ചോദിക്കുമ്പോൾ അവൾ ചോദിക്കും, ഇനി ഈ സംസാരിക്കാതെ അപ്പുറത്ത് അപ്പനും അമ്മയും സംസാരിക്കാത്ത ആളാണെങ്കിൽ മക്കളെ ഇനി ഊമ്പരായി കഴിഞ്ഞാൽ ജനിച്ചാൽ എന്ത് ചെയ്യും സാറേ? അത് കുഴപ്പമില്ലേ, ഞാൻ ഉടമ്പടി പുതുക്കുമ്പോൾ നിൻ്റെ മകൻ്റെ കാര്യം കൂടി വെച്ചേക്കാം. അപ്പോൾ ഇതാണ് മെൻഡർ എന്ന് പറയണത്. ഇതുപോലെ കൊടുത്തവൻ അതിനെ ഇരട്ടിയാക്കുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ. ചില ആൾക്കാർ കാര്യങ്ങൾ അറിയാൻ പാടില്ലാതെ എനിക്ക് ചില സമയത്ത് ഇവിടെ ഒന്ന് ചോദിക്കണം, കേൾക്കാം, ഈ ഉടമ്പടി തൈലം എന്താണ് ചെയ്യേണ്ടത്? കൊള്ളാം. ഇപ്പോൾ ക്ലാസ്സിൽ ഉറങ്ങിയിരുന്നു, അവിടെ മുകളിൽ പോയിരുന്നു ഉറങ്ങിയിട്ട് ഇത് എന്ത് ചെയ്യണമെന്ന് ആകാശപ്പം അറിയാതെ തിരിയും പിടിച്ചുകൊണ്ട് തീപ്പിശാച്ചപ്പോൾ അങ്ങടികൾ നടക്കണം കാണാൻ ചില ആൾക്കാർ. അപ്പോൾ ഇങ്ങനെയുള്ള അലപരാധികളെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആർക്കെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് പോലെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അച്ഛൻ ശാസിക്കുന്നത്, അല്ല നിങ്ങളെ വഴക്കിടുകയല്ല. നിങ്ങളെ ശാസിക്കുന്നതിൻ്റെ കാര്യത്തിൽ കറക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയം നടക്കും, ദൈവത്തിനെയും കിട്ടും. അതാണ് ഉടമ്പടി എടുത്താൽ 2 കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയം നടക്കും, പിന്നെ എന്താണ്? ദൈവത്തിനെയും കിട്ടും. പിന്നെ ദൈവത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ആത്മധൈര്യം ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാക്ഷികളിലൂടെ വചനം ഞങ്ങൾക്ക് നൽകുന്നത് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോടു എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. റൂബി കുറ്റൂർ, തൃശ്ശൂർക്കാരത്തിയാണ്. ആ സാക്ഷ്യം കേൾക്കണം, നല്ല രസമാണ്. അവരുടെ മനസ്സിന് ധൈര്യം പോയിരിക്കുകയാണ്. ഇപ്പോൾ ധൈര്യത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിച്ചത്. അപ്പം ധൈര്യം പോയി. എന്താ കാര്യം അറിയാമോ? വീട് ഡിലാപ്പിഡായി, അവിടെ വീട് ഉറഞ്ഞിരിക്കുക. അപ്പം അത് ഇടിഞ്ഞു മുടിഞ്ഞ് താഴെ വീണാൽ പിന്നെ പുതിയ വീട് വെക്കാൻ കാശില്ല. അപ്പം വിഷമിക്കുകയാണ് ആൾ. അപ്പം ഇത്രയും വീട് സെറ്റ് ചെയ്ത് പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും നടന്നില്ല. അപ്പോൾ നടക്കാതെ വന്നപ്പോൾ ഇവർ വന്ന് ഉടമ്പടി എടുക്കും വീട് വെക്കാൻ വേണ്ടി. ഇങ്ങനെ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ അങ്ങനെ ജീവിക്കുകയാണ്. തുടങ്ങിയതേ ഉള്ളൂ. കുമ്പസാരമൊക്കെ കഴിഞ്ഞ് കുർബാനയൊക്കെ സ്വീകരിച്ച് അങ്ങനെ പ്രാർത്ഥനയൊക്കെ കറക്റ്റ് ചെല്ലി തുടങ്ങിയപ്പോൾ ഒരു ദിവസം ഇവർ ആ ദിവസങ്ങളിൽ ഉടമ്പടി ദിവസങ്ങളിൽ പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോൾ പള്ളിയുടെ വാതിൽക്ക് നിൽക്കുമ്പോൾ പള്ളിയുടെ വാതിലൂടെ കയറാൻ നേരത്ത്
പള്ളിയുടെ കിണറ്റിൻ്റെ വാതിക്ക് ഒരു സിമൻറ്റ് ബക്കറ്റും പിടിച്ച് ഒരു ചേർത്ത് നിൽക്കണം. ഇവിടത്തെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരു കുടയും പിടിച്ച് നിൽക്കുകയാണ്. ഒരു കുടയും പിടിച്ച് സിമൻറ്റ് ബക്കറ്റും പിടിച്ച് ചേർത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ ഇവർ തന്നെ നോക്കി നിൽക്കുകയാണ്. വരാരിയിൽ അവിടെ ഇല്ല. അവരകത്ത് കയറി പള്ളിയുടെ അകത്തിരുന്നപ്പോഴും ഇവർ നോക്കുന്നുണ്ട്. ഇവരോടെന്തോ പറയാനുണ്ട്. ഈ ചേടത്തിക്ക്, ഈ സിമൻറ്റ് ബക്കറ്റും പിടിച്ച് കുടയും പിടിച്ചിരിക്കുന്ന ചേടത്തിക്ക് ഇവരോടെന്തോ പറയാനുണ്ട്. പക്ഷെ അവർക്ക് അടുത്ത് വന്നിരുന്നെങ്കിൽ പറയാൻ പറ്റിയാലും, പക്ഷെ അവരങ്ങനെ വരേണ്ട കാര്യമാണെന്ന് തോന്നിയില്ല. അവരകത്ത് കയറി കഴിഞ്ഞപ്പോഴും ഇവർക്കൊരു ധൈര്യം കിട്ടി. അവരതാ പറയണത്, ഈ ചേടത്തിയെ കണ്ടതിന് ശേഷം എനിക്ക് വല്ലാത്ത ധൈര്യമായി. പിറ്റേ ദിവസം ഞങ്ങളുടെ വീട്ടിൽ എൻജിനീയർ വന്ന്, അത്രയും നാൾ വരാതിരുന്ന മനുഷ്യൻ വന്നിട്ട് പെരക്ക് സ്ഥാനം വളർന്നിട്ട് സ്കെച്ചും പ്ലാനും ആക്കിയിട്ട് ഉടനെ പെരപ്പണി ആരംഭിച്ചു. പെരപ്പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ധ്യാനകേന്ദ്രത്തിൽ പോയി. 5 ദിവസത്തെ ധ്യാനത്തിന് പോയി. അപ്പോൾ ഒരു ബ്രദർ എന്നോട് ചോദിച്ചു, കൗൺസിലിംഗ് എന്ന ബ്രദർ ചോദിച്ചു, കൃപാസനം മാതാവിനെ കണ്ടല്ലേ എന്ന് ചോദിച്ചു. ഞാൻ വിയർത്തു പോയി എന്ന് പറഞ്ഞ്. കാര്യം ബ്രദറിനെ അവർ കിണറ്റിൻ ചുവട്ടി വെച്ച് കണ്ട ആൾ കൃപാസനം മാതാവാണെന്ന് അമ്മക്കറിയത്തില്ല. അതുകൊണ്ട് ബ്രദറിലൂടെ അമ്മയെ വെളിപ്പെടുത്തിയാണ്. അപ്പം കറക്റ്റല്ലേ? സിമൻറ്റ് ബക്കറ്റ് പെരപണിയാനും ഉള്ള ആൾക്കാർ ഉപയോഗിക്കണമല്ലോ സിമൻറ്റ് ബക്കറ്റ്. കുടയെന്ന് പറഞ്ഞാൽ എന്താണ്? വീടിന് നമ്മൾ ഉപയോഗിക്കുന്നത് കുടയാണ്. വീടിൻ്റെ സിമ്പിൾ എന്താണ്? കുടയാണ്. മഴ വരാതിരിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ വീട് പണി താമസിക്കണത്. അപ്പം നിൻ്റെ വീട് പണിയാൻ വേണ്ടി ഞാൻ റെഡിയാണ്. സിമൻറ്റ് ബക്കറ്റും പിടിച്ച് കുടയും പിടിച്ച് ആൾ നിൽക്കുകയാണ്. കൈ ഇട്ടിച്ച് കർത്താവ് ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. അപ്പോൾ ഇപ്പോൾ ജോസഫത്തിന് മാത്രമല്ല മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്, എല്ലാവർക്കും. ആർക്കെല്ലാം ധൈര്യം പോകുന്നുണ്ടോ, ആർക്കെല്ലാം കണ്ണീര് പൊടിയുന്നുണ്ടോ, ആർക്കെല്ലാം രോഗമുണ്ടോ, ആർക്കെല്ലാം വിഷമമുണ്ടോ, അവിടെ മുമ്പിലെല്ലാം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സഞ്ചാരി മാതാവ് ഈ ദുരന്തമുണ്ടാകാമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അമ്മ നമ്മളെക്കൊണ്ട് ലോകത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചുകൊണ്ട് ലോകത്തെ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന വലിയ കാലഘട്ടത്തിലേക്ക് ആർപ്പോടുകൂടി കർത്താവ് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന. ദൈവരാജ്യത്തിന്റെ അടയാളങ്ങൾ കൊണ്ട് ഞങ്ങളുടെ സമൂഹത്തെ ധന്യമാക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. അനുഗ്രഹം നദി പോലെ ഒഴുകും, അമ്മ അനുഗ്രഹം നദി പോലെ ഒഴുകും, കൃപയുടെ വഴികളിൽ സഞ്ചരിച്ചിടാൻ പ്രാർത്ഥന വരമേകും സ്നേഹനാഥേ. പാടുക എല്ലാവരും. കൃപയുടെ വഴികളിൽ സഞ്ചരിച്ചിടാൻ പ്രാർത്ഥന വരമേകും സ്നേഹനാഥേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് മക്കളെ. ആ മത്തായിയുടെ ശ്രീകാരുടെ സുവിശേഷം 25:18 എന്തുകൊണ്ടാണ് യവന് ദൈവം 1 താലന്ത് മാത്രം കൊടുത്തത്? മറ്റുള്ളവർക്ക് 5ഉം 2ഉം കൊടുത്തപ്പോൾ ഈ കക്ഷിക്ക് എന്താ 1 കൊടുത്തത്? അവൻ കുഴിച്ചിടുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. ദൈവമല്ലേ വിഷയം. അവൻ കുഴിച്ചിടുമെന്ന് ഈ ഒരു സംഭവം നടക്കത്തില്ല. ചുമ്മാ മടിയെ അഭ്യാസം കാണിക്കാൻ വേണ്ടി ഉടമ്പടി എത്തിയിരിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് യവൻ കുഴിച്ചിടുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ആളെന്തോരം നോക്കിയ ദൈവം പെരുമാറിയിരിക്കുന്നത്. 1 കൊടുത്തിരിക്കുന്നത്. പോയാലും 1 പോകത്തുള്ളൂ, ആ 2 പോകത്തില്ലല്ലോ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ദൈവം ഈ ആളെ നോക്കുക ആദ്യം തന്നെ. നാളെ എന്ത് സംഭവിക്കും, നാളെ എന്താ സംഭവിക്കണം. മിനിരാജൻ എന്താ പറയണത്? ഞാൻ ഉടമ്പടി ജീവിക്കാൻ പോവുകയാണ്. അപ്പോൾ അവൾ അതങ്ങനെ ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. അങ്ങനെ അവൾ ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. അതുപോലെ തന്നെ നമ്മൾ നാളെ ഈ ഉടമ്പടിയുമായിട്ട് പോകുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യണമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. ഇപ്പം ഞാൻ ചില സമയത്ത് ഞാൻ ചില സമയത്ത് ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ ചിരിക്കും. സാധാരണ ബൈബിൾ വായിക്കുമ്പോൾ ചിലപ്പോൾ കരയുകയും ചെയ്യും.
ബൈബിൾ അങ്ങനെ ഒരു പുസ്തകമാണ്. കർത്താവിൻ്റെ ഫീലിങ്ങിലോടുകൂടി നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ വിസ്മയിക്കും, ചിലപ്പോൾ അന്തം വിട്ടു പോകും. ബൈബിൾ അങ്ങനെ ഒരു സംഭവമാണ്. അതെന്ത് സംഭവിച്ചു? ഞാനൊരു സമയം ബൈബിൾ വായിച്ചോ ചിരിച്ച്. എനിക്കറിയാം, എനിക്ക് ദൈവത്തിൻ്റെ സ്വഭാവം അറിയാവില്ല. കാര്യം കർത്താവ് ആ വീട്ടിൽ ചെന്നിരിക്കണതാണ്. ആരുടെ? പത്രോസിൻ്റെ വീട്ടിൽ. പത്രോസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എന്നാ സംഭവിച്ചിരിക്കണത്? പത്രോസിൻ്റെ ഭാര്യയുടെ അമ്മ വലിയ കൊടിയ പനി പിടിച്ച് ഡെങ്കി അടിച്ച് കിടപ്പാണ് പാർട്ടി. വലിയ പനി പിടിച്ച് കിടക്കുകയാണ്. പക്ഷേ അമ്മയ്ക്ക് ഈശോയ്ക്ക് അറിയാം എന്താ സംഭവം. ഇവർ എഴുന്നേറ്റാൽ തീർച്ചയായിട്ടും ഒരു ഗ്ലാസ് വെള്ളം ആ വീട്ടിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ക്ലിയറാണ്, അത് ക്ലിയറാണ്, എൻ്റെ സംശയമില്ല. അല്ലാതെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇല്ലാത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവരെ അങ്ങനെ ഒരു നല്ല സ്ത്രീയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ചിലർ പറയും പത്രോസിൻ്റെ ഭാര്യ നേരത്തെ മരിച്ചു പോയി, മക്കളെ നോക്കിയത് മദർ ഇൻ ലോയാണ് എന്ന് പറയും. എനിവേ നോക്കിയല്ലോ. ഇനി ഭാര്യ ഉണ്ടായാലും കർത്താവിൻ്റെ ജോലിക്ക് വേണ്ടി പത്രോസ് പോയപ്പോൾ ഈ ഭാര്യനെയും മക്കളെ നോക്കിയതാരാണ്? ആ ചെടുത്തിയാണ്. ആ ചെടുത്തി ബേസിക്കലി നല്ല പ്രഷിതയാണ്. അവർ പനി പിടിച്ചാണ് കിടക്കണമെന്നുണ്ടെങ്കിലും അവർ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഉടനെ ചെയ്ത പരിപാടി എന്താണ്? അവരെ ശുശ്രൂഷിച്ചു. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്ക 4:39. ലൂക്ക 4:39. അവൻ അവളുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു. അത് അവളെ വിട്ടുമാറി. ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. ഇതാണ് പ്രശ്നം. നമുക്ക് പലർക്കും ഇല്ലാത്തൊരു വിഷയമാണ്. പനി കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് ശുശ്രൂഷിക്കാമെന്ന് പറഞ്ഞ് കിടന്നുണ്ടാക്കും. ഇല്ല വിഷയം ഇതല്ലേ. ശുശ്രൂഷിക്കാൻ മനസ്സില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പനിയല്ല, പണ്ടാരം വിട്ട് മാറിയാലും കയ്യനങ്ങത്തിൽ അവരുടെ. ഈ ചേർത്തി കുറച്ച് ബെറ്ററാണ്. എന്താ പറഞ്ഞത്? പനി അവരെ വിട്ടുമാറി. ഇതെന്താ ചെയ്തത്? ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. അപ്പം നമ്മുടെ ഒരു ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു സങ്കടം കഴിഞ്ഞാൽ ഉടനെ ശുശ്രൂഷ മൈൻഡുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആവതുണ്ടെങ്കിൽ, ഇത്തിരി ആവത് കിട്ടിയാൽ, തല പൊങ്ങി കിട്ടിയാൽ അവർ കർത്താവിൻ്റെ ജോലി ചെയ്യും. ഉടമ്പടി എടുത്ത എൻ്റെ ദൈവത്തിൻ്റെ പൈതലെ സത്യകീയ, നിൻ്റെ തല അല്പം പൊങ്ങിയ അപ്പം കർത്താവിൻ്റെ പേര് നീ ചെയ്യുമെങ്കിൽ അത് നീ ചെയ്യുമെന്ന് കർത്താവ് മുൻകൂട്ടി അറിയാമെങ്കിൽ ദൈവം ഇന്ന് ഇപ്പം ഇവിടെ നിന്നെ അനുഗ്രഹിച്ചിരിക്കും. കൈയിട്ടിച്ച് കർത്താവ് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതം നിന്റെ മുൻപിൽ കാഴ്ചയില്ല. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതം നിന്റെ മുമ്പിൽ കാഴ്ചയില്ല. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം നമ്മൾ പട്ടിണിയാണെന്ന് വിചാരിക്കുക. നമ്മുടെ പട്ടിണി വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളൊക്കെ ഇല്ലായ്മക്കാരാണെന്ന് വിചാരിക്കുക. നമ്മുടെ ഇല്ലായ്മ ഒരു ദിവസം ദൈവം പരിഹരിക്കുകയാണെങ്കിൽ അപ്പം തന്നെ പരിഹരിക്കണ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കുമെങ്കിൽ കർത്താവ് ഇന്ന് അത്ഭുതം പ്രവർത്തിക്കും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മൾ പട്ടിണിയും പ്രവട്ടവും കഷ്ടപ്പാടും ഒക്കെ ആയിട്ട് പോവുകയാണ്. പക്ഷേ നിങ്ങളെ ഒന്ന് നേരെ നിൽക്കാൻ തല പൊങ്ങാൻ കർത്താവ് അനുവദിച്ചാൽ നിങ്ങൾ അതേസമയം തന്നെ മറ്റുള്ളവരെ എല്ലാവരെയും സഹായിക്കുമെന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ ഇന്ന് അനുഗ്രഹിക്കും. അത് വചനവേദാന്ന് തരാവോ? അതായത് 5:7 ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ലൂക്കാ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ലൂക്കാ 5:7. അവർ മറ്റേ വെള്ളത്തിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവർ വള്ളത്തിന് പണിയൊന്നും ഇല്ലാതെ വിഷമിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞ് വലതുവശത്ത് വല ഇറക്കുക, അപ്പം കിട്ടുമെന്നിരിക്കും. കിട്ടിയപ്പോൾ വല തകൃതിയായി കിട്ടി.
കിട്ടിയത് എന്തുകൊണ്ടാണ് തകൃതിയായി? അതായത് ഒരു വള്ളത്തിനല്ല കൊടുത്തിരിക്കുന്നത്, 2 വള്ളത്തിനും കൂടി കൊടുത്തിരിക്കുക. അടുത്തുള്ള വള്ളങ്ങൾക്ക് എല്ലാം വേണ്ടിയാണ് കൊടുത്തിരിക്കണം കർത്താവ്. അവർക്കത് മനസ്സിലായി അത്. പക്ഷേ നമ്മുടെ ഒരു വീടിന് വേണ്ടി മാത്രമല്ല ദൈവം അനുഗ്രഹിക്കണത്. ദൈവം നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ അമ്മയുടെ അനിയത്തിമാർ, ചേട്ടത്തിമാർ, ചേട്ടന്മാർ, അയൽവാസികൾ, അന്യമതസ്ഥർ, അയൽവാസികളുമായി നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന, നമ്മുടെ കൂടെ താമസിക്കുന്ന പാവപ്പെട്ടവർ എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ദൈവം നമ്മൾ അനുഗ്രഹിക്കണത്. ഈ ഒരു ബോധം ഉണ്ടാകണം. കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ മാത്രം എടുത്തുകൊണ്ട് അണ്ണാക്കിലോട്ട് കയറ്റി കഴിഞ്ഞാൽ ദൈവം പിന്നെ കാലണ കാശൊക്കെ തരത്തില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മൈൻഡ് സെറ്റ്, ദൈവത്തിൻ്റെ മനസ്സറിയണം. ഇല്ലായ്മയാണ് വല്ലായ്മയാണെന്ന് കണ്ടാൽ ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുമ്പോൾ തരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതിനേക്കാൾ കൂടുതൽ തരുന്നതിൻ്റെ കാരണം മറ്റുള്ളവരെ സഹായിക്കാൻ തന്നെയാണ്. അതാ വചനം പറഞ്ഞത്. അവർ മറ്റു വള്ളക്കാരെ ആംഗ്യം കാണിച്ച് വിളിക്കേണ്ടി വന്ന സാഹചര്യം എന്താണ്? ഇവർക്ക് എടുത്താൽ പൊങ്ങാത്ത കൊണ്ടാണ്. എന്താ എടുത്താൽ പൊങ്ങാത്ത വന്നത്? അവർക്കുള്ളത് കൂടി കൊടുത്തത് കൊണ്ടാണ് ഇവർക്ക് പൊങ്ങാൻ പറ്റും. പക്ഷെ അവരത് മനസ്സിലാക്കി. എടുത്താൽ പൊങ്ങാത്ത സംഭവമാകുമ്പോൾ അവർക്കുള്ളത് കൂടി ഇതിനകത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവരത് കൊടുത്തു. അവരുടെ മറ്റു വള്ളങ്ങളെ മുങ്ങാറാകുള്ളൂ നിറച്ച്. അപ്പോഴ് ദൈവത്തിനറിയാം ഇവരങ്ങനെ ചെയ്യുമെന്നറിയാം. നിൻ്റെ സഹോദരനെ, ശത്രുവിനെ പോലും നീ നാളെ സന്ധിക്കുമെന്ന് ദൈവത്തിന് അറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു മനസ്സിലോട്ട് നീ മാറുകയാണ്, ഉടമ്പടി പ്രകാരം മാറുകയാണെങ്കിൽ, ദൈവപൈതലേ, ഇന്ന് ഈ രാത്രി നിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും. നീ ഒരു തീരുമാനം എടുക്കണം. ഇന്നൊരു തീരുമാനം എടുക്കണം. ദൈവത്തിന് മനസ്സറിഞ്ഞുകൊണ്ട് സുവിശേഷം ജീവിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് സാക്ഷിയായി ഉടമ്പടി പ്രകാരം എന്നെ ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. സൽക്കർമ്മങ്ങളില് സ്ഥിരതയോടെ നിന്ന് ഈ ആരാധനയിലൂടെ കൃപയാകണമേ. നടന്ന ദൈവത്തിൻ്റെ മനസ്സലിവിൻ്റെ അനുകമ്പാരിതമായ പരസ്നേഹ ഉപവിപ്രവർത്തനങ്ങൾ എല്ലാ കാലങ്ങളിലും സൂര്യൻ അസ്തമിക്കണവരെ നടക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. എന്താണ്? ഞാൻ പോയാലും, നിത്യത്തിലേക്ക് പോയാലും, ഞാൻ അരൂപിയിൽ ആത്മാവിൽ നിങ്ങളുടെ കൂടെ വസിക്കുമ്പോഴും നിങ്ങളിവിടെ ഉണ്ടായിരുന്നുള്ള കാലം എന്ത് ചെയ്യണം? ഇത് നിങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കണം. രോഗിയെ കാണുമ്പോഴും, ഇല്ലായ്മയെ കാണുമ്പോഴും, വരായ്മയെ കാണുമ്പോഴും നിങ്ങൾ അവരെയെല്ലാം ഞാനാണെന്ന് കരുതിക്കൊണ്ട് എൻ്റെ മനസ്സലിവ് ഈ കാലഘട്ടങ്ങളിൽ എന്നെ സ്വീകരിക്കുന്നവരിലൂടെ ഇതിൽ നിന്ന് മറ്റവരിലേക്ക് പകർന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് ഈ ലോകം മുഴുവനും സ്നേഹത്തിൻ്റെ, അനുകമ്പയുടെ, ഉപവിയുടെ ദൈവരാജ്യമായി മാറണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കർത്താവ് സംസാരിച്ചത്. മത്തായിയുടെ സുവിശേഷം 25:35. ശ്രദ്ധിക്കട്ടെ. 25:35 മുതലുള്ള തിരുവചനങ്ങൾ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. ആർക്കെല്ലാം എന്തെങ്കിലും ചെയ്തോ, ആരെല്ലാം പട്ടിണിയും പരിവട്ടവും വിഷമവും വേദനയും കാരാഗ്രഹവുമായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്, കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിക്കുന്നുണ്ട്, അവരെല്ലാം ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരാശിയുടെ കണ്ണീരിനോട് മാനുഷികമായ അജ്ഞതായിട്ട് പുലർത്താൻ വേണ്ടി മനുഷ്യാവതാരം ചെയ്തവൻ ഇന്ന് നിന്റെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കൈയായി കാലായി അവനായി നീ തുടരേണ്ട സുവിശേഷ ജോലിയാണ് ഉടമ്പടി നിന്നെ ഏൽപ്പിക്കണത്. കൈയടിച്ച് കർത്താൻ ഒരുമിച്ച് പാടാൻ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഈ കാലഘട്ടങ്ങളിൽ അങ്ങയുടെ കൈയായും കാലായും പ്രവർത്തിക്കുവാൻ ഈ ഉടമ്പടി ആരാധനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ട് സന്തോഷത്തോടെ
കൂടെ ക്ലേശകാലത്ത് കൂടാതിരിപ്പാൻ എന്നെ പ്രിയരെന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിൽക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിൽക്കും. ക്ലേശകാലത്ത് കൂടാതിരിപ്പാൻ എന്നെ പ്രിയരെന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിൽക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിൽക്കും. ക്ലേശകാലത്ത് കൂടാതിരിപ്പാൻ എന്നെ പ്രിയരെന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിൽക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിൽക്കും. എന്നെ അവൻ കയറ്റി നിൽക്കും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ താലന്തുകളെയും പ്രതിയും ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവേ അത് വെച്ച് കൃപ സമ്പാദിക്കുവാൻ, യേശുവേ കൃപാവരം പ്രവർത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗമുള്ളിടത്ത് കൈകൾ വെച്ചുകൊണ്ട് കൃപാസനത്തിന് ഈശോ തന്ന ഏറ്റവും വലിയ അഭിഷേകത്തിൻ്റെ ഒരു പ്രാർത്ഥനാ രൂപമാണ് രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നത്. അനേകം മക്കളാണ് ഈ സമയത്ത് തീർത്ഥാടനത്തിൽ ഇവിടെ ഇരിക്കുന്നവരും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും. അവരെപ്പോഴാണ് ഈ ആരാധന കൂടാൻ സൗകര്യം കിട്ടുന്നത് അപ്പോഴൊക്കെ അവർ സൗഖ്യപ്പെടുന്ന സന്ദേശങ്ങൾ സാക്ഷ്യം ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് കേട്ടിട്ടുണ്ട്. യൂട്യൂബിലുണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബോധത്തിലും വിശ്വാസത്തിലും വേണം നിങ്ങൾ കൈവെക്കാൻ. നിങ്ങൾ കൈവെക്കുമ്പോൾ കർത്താവിൻ്റെ ആണിപ്പെടുത്താവുന്ന അത്ഭുതകരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ കൈകൾ പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ കൈകളെ അങ്ങയുടെ ആണിപ്പെടുതാർന്ന അത്ഭുതകരങ്ങളായി അങ്ങ് മാറ്റണമേ. കർത്താവേ, കാറ്റിനെ ശാസിച്ച അങ്ങയുടെ കരങ്ങള് എൻ്റെ രോഗമുള്ളിടത്ത് ഇപ്പോൾ വയ്ക്കണമേ. കർത്താവേ, ലാസന് ഉയർപ്പിച്ച അങ്ങയുടെ ശക്തമായ കരങ്ങള് എൻ്റെ രോഗമുള്ളിടത്ത് ഇപ്പോൾ വെക്കണമേ. അന്തന്റെ കണ്ണിനെ സ്പർശിച്ച അങ്ങയുടെ കരുണയുടെ കരങ്ങള് എൻ്റെ രോഗമുള്ളിടത്ത് ഇപ്പോൾ വെക്കണമേ. കാനായിലെ വെള്ളത്തെ വീഞ്ഞാക്കിയ അങ്ങയുടെ ആശീർവാദ കരങ്ങള് ഇപ്പോൾ എൻ്റെ മേൽ വയ്ക്കണമേ. പാപങ്ങളെ എഴുതി തള്ളിക്കൊണ്ട് പാപിനോട് സംസാരിച്ചപ്പോഴ് നിലത്തെഴുതിയ കർത്താവേ, അങ്ങയുടെ പാപക്ഷമയുടെ കരങ്ങള് ഇപ്പോൾ എൻ്റെ മേൽ വെക്കണമേ. അഞ്ചപ്പത്തെ ആശീർവദിച്ച് 5000 പേർക്കായി വിളമ്പിയ കർത്താവേ, അങ്ങയുടെ അപ്പത്തെ ആശീർവദിച്ച കരങ്ങള് എന്റെ ജീവിത ആവശ്യങ്ങളുടെ മേൽ ഇപ്പോൾ വെക്കണമേ. കർത്താവേ, ചെകിടനെ
തുറക്കപ്പെടട്ടെ കൽപ്പിച്ചുകൊണ്ട് ചെവികളിലെ വയ്ക്കപ്പെട്ട അങ്ങയുടെ സൗഖ്യകരങ്ങള് എന്റെ ശരീരത്തിലെ രോഗമുള്ളെടുത്ത് ഇപ്പോൾ വെക്കണമേ. ഉച്ചി മുതല് കാൽ വരെ അർശസ് രോഗങ്ങള്, അൾസർ രോഗങ്ങള്, വെരിക്കോസിന് അസുഖങ്ങള്, വിസർപ്പ രോഗങ്ങള്, പിസിഒഡി രോഗങ്ങള്, ആന്തരിക സൗഖ്യങ്ങള്, അവയവങ്ങളുടെ സൗഖ്യങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, ടിബി രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, സിസ്റ്റ് രോഗങ്ങള്, കല്ലുണ്ടാകുന്ന രോഗങ്ങള്, മരവിപ്പ് രോഗങ്ങള്, വാതരോഗങ്ങള്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ക്ലേശകാലത്ത് അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ കയറ്റി നിൽക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ കയറ്റി നിൽക്കും. ക്ലേശകാലത്ത് കൂടാതെ പ്രിയനെന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ കയറ്റി നിൽക്കും. കയറ്റി നിൽക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈകൾ കൂപ്പി കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കണം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയില് ഓൺലൈനായി പ്രാർത്ഥിക്കുന്നവരല്ല, അവർ ഏതെല്ലാം കാലത്ത് എന്തിനെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചാലും ഈ പ്രാർത്ഥനയുടെ ശക്തിവിശേഷം അവർക്ക് അനുഭവപ്പെടുവാൻ അമ്മേ പരിശുദ്ധ അമ്മേ എല്ലാവർക്കും വേണ്ടി സ്വർഗീയ നിമിഷങ്ങളിലെ മാധ്യസ്ഥം വഹിക്കണമേ. മക്കളില്ലാത്തവര്, സ്ത്രീ സണ്ടത്വമുള്ളവര്, പുരുഷ സണ്ടത്വമുള്ളവര് കർത്താവേ അങ്ങ് സ്പർശിക്കണമേ. ജീവനമായിട്ടുള്ള ശക്തിവിശേഷം അങ്ങിലേക്ക് അങ്ങിൽ നിന്ന് ഒഴുകട്ടെ. മക്കളില്ലാത്തവർക്ക് ഈ നിമിഷം നിങ്ങൾ ജനിക്കാൻ ലഭിക്കട്ടെ. ക്ലേശകാലത്ത് കൂടാതെ പ്രിയരെന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ കയറ്റി നിൽക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ കയറ്റി നിൽക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവ് ദൈവമേ, ജോലി ഇല്ലാത്തവര്, തടസ്സമുള്ളവര്, PR കിട്ടാത്തവര്, പരീക്ഷയിൽ ആദ്യം തോറ്റവര്, റീവാലുവേഷൻ കൊടുത്തവര്, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, ഇന്റർവ്യൂവിന് പോകാൻ പോകുന്നവര്, ഇന്റർവ്യൂവിന്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, എല്ലാവരുടെ മേലും കർത്താവിന്റെ ശക്തി സംരക്ഷണം നിറയട്ടെ. ശ്രദ്ധിക്കട്ടെ. ആരാധനയോടെ നീങ്ങി പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ലേശകാലത്ത് കൂടാതെ
പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, കടങ്ങളുള്ളവര്, ജപ്തി നടപടിയെ, സങ്കടം അനുഭവിക്കുന്നവര്, ഭയപ്പെടുന്നവര്, പരിഹരിക്കാൻ മാർഗമില്ലാത്തവര്, വിൽക്കാൻ പറ്റാത്തവര്, വിൽക്കാൻ ആഗ്രഹിക്കുന്നവര്, എല്ലാവരുടെ മേലും സമാശ്വാസത്തിന്റെ പുതിയ വഴികള് ചൂണ്ടിക്കാണിക്കണമേ. പുതിയ വഴികൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ജീവസന്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള വഴികൾ തുറന്നു തരണമേ. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. പിതാവായ ദൈവമേ, മക്കളില്ലാത്തവര്, ഓട്ടിസമുള്ളവര്, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങള്, ബ്രെയിനിൽ വെള്ളം കെട്ടി കിടക്കുന്ന കുഞ്ഞുങ്ങള്, വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങള്, ബുദ്ധിബോധമില്ലാത്ത കുഞ്ഞുങ്ങള്, കർത്താവിന്റെ കാരുണ്യ മധ്യസ്ഥതയില് ഉടമ്പടി എടുത്തു പോയ എല്ലാവരിലേക്ക് ആവശ്യിക്കട്ടെ. വൈരാഗ്യങ്ങള്, ശത്രുതകള്, അവസ്ഥകള് യേശുവിന്റെ നാമത്തിൽ വീര്യമാകട്ടെ. യേശുകാലത്ത് മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവായ ദൈവമേ, വിവാഹബന്ധം വേർപെടാൻ പോകുന്നവര്, കോടതി കേസ് കിടക്കുന്നവര്, ജീവിത പങ്കാളി ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹമുള്ളവര്, അവരുടെ മേലെ ആരാധനയിലെ കാരുണ്യം വർഷിക്കണമേ. ശ്രദ്ധിക്കട്ടെ. തകർന്നിരിക്കുന്ന എല്ലാ മക്കളെയും ഈ ആരാധനയിലൂടെ കുട്ടി യോജിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൗന പ്രാർത്ഥനയുടെ സമയമാണ്. എന്തെങ്കിലും കാര്യം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മക്കൾ ഇപ്പോഴേ മൗനമായി പ്രാർത്ഥിക്കേണ്ടതാണ്. മാതാവിൻ്റെ മധ്യസ്ഥയിൽ ഈശോ ആരാധനയും ജ്വലിച്ച് നിൽക്കുന്ന വലിയ ദൈവിക സ്വർഗീയ നിമിഷങ്ങൾക്ക് നിങ്ങൾ തന്നെ സമർപ്പിക്കുക.
എല്ലാവരും കൈകൾ കൂപ്പി ഭക്തിയോടെ മുട്ടൻ നിൽക്കുക. ഈശോ നിങ്ങളെ ആശീർവദിക്കുന്ന സമയമാണ്. ഓൺലൈനിലുള്ളവരും ശ്രദ്ധയോടെ മുട്ടൻ നിൽക്കുക. കൈകൾ കൂപ്പി ശിരസ് നമിച്ച് കർത്താവിൻ്റെ ആശീർവാദം സൗഖ്യമായി, ധൈര്യമായി, കൃപയായി, വിടുതലായി പ്രാപിക്കുക. ശ്രദ്ധിക്കട്ടെ. ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ, ആവേ ആവേ മരിയ. സുപ്രധാനമായ 3 അറിയിപ്പുകളാണ്. ഒന്നാമത്തെ അറിയിപ്പ്, ലോകത്തിലെ എല്ലാവർക്കും, പ്രശ്നങ്ങളുള്ള എല്ലാവർക്കും, പ്രയാസവും വിഷമതകളുമുള്ള എല്ലാവർക്കും ഒരുപോലെ സഹായകമായ ഒരറിയിപ്പാണ്. അതായത് നമ്മൾ ഉടമ്പടി ഇവിടെ നടക്കുന്ന മാതാവിൻ്റെ തിരുസന്നിധിയിൽ 10,000 കണ്ണുനീരോടെ വന്ന് ആശ്വാസം പ്രാപിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ അത്ഭുതമായ മരിയൻ ഉടമ്പടി ഇനി ലൈവായിട്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഒരുമിച്ച് കാണാൻ പറ്റും. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അപ്പോൾ തന്നെ ആർക്കായാലും ഇത് 24 hours ലൈവാണ്. രാത്രിയിൽ കൃപാസനം മാതാവിൻ്റെ തിരുസ്വരൂപം മൊബൈലിൽ തുറന്നാൽ ലൈവായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഏത് സമയത്തും ഇൻ്റർവ്യൂ, ടെസ്റ്റ്, അതുപോലെ തന്നെ പരീക്ഷ, പഠനം, കോടതി കേസ്, അതുപോലെ തന്നെ കുടുംബ സങ്കടങ്ങൾ, ആ സമയത്തെല്ലാം ഓൺലൈനായിട്ട് അതേ സമയം തന്നെ നിങ്ങൾക്ക് മാതാവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ച് നിയോഗങ്ങൾ എഴുതിയും ടൈപ്പ് ചെയ്തും സമർപ്പിക്കാൻ പറ്റും. അതൊരു വല്ലാത്ത ആശ്വാസം. കാര്യം ചിലരൊക്കെ ഞങ്ങളോട് കംപ്ലൈൻറ്റ് ചെയ്യണത്, നമുക്ക് ഓൺലൈൻ ഉടമ്പടിയുണ്ട്, ലൈറ്റ് കാൻഡർ പെർ റിക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മളൊരാളെ ഇരുത്തിയാണ് അത് ആക്ടിവേറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ 6 മണിക്കൂറൊക്കെ ഗ്യാപ്പ് വരുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഇവിടെ ആക്ടിവേറ്റ് ചെയ്തെടുക്കാൻ ആ ഒരു തടസ്സമാണ് ഇപ്പോൾ മാറുന്നത്. ഇപ്പം സ്വാഭാവികമായി നിങ്ങൾക്ക് ഓൺലൈൻ ഉടമ്പടി ഉപയോഗിക്കാം, ഡേറ്റക്കാൻ്റെ പ്രകസ്റ്റ് ഉപയോഗിക്കാം. പക്ഷേ ഇത് നിങ്ങൾ പ്രാർത്ഥന നേരിട്ട് അമ്മയുടെ തിരുസന്നിധിയിൽ
വിശ്വാസത്തിൻ്റെ ശക്തിയിൽ ദൈവസ്നേഹത്തോടെ സമർപ്പിക്കുന്ന സങ്കടങ്ങളാണ്. അത് വലിയൊരു ആശ്വാസമാണ്. ആ വിഷയമേഖലയിൽ 10,000-ങ്ങൾക്ക് സൗഖ്യവും ശക്തിയും വിടുതലും ലഭിക്കാൻ വേണ്ടി ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഞങ്ങളുടെ പുതുതായി ആരംഭിക്കാൻ പോകുന്ന ലൈവ് സ്ട്രീമിങ്ങിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനുള്ള മക്കൾക്ക് അത് അനുഭവമാകുവാനുള്ള കൃപ. കൃപാസനത്തിൻ്റെ നിശബ്ദ പ്രാർത്ഥന നടക്കുന്ന നിത്യാരാധന കേന്ദ്രമുണ്ട്. അവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു സമൂഹം ഈ വിഷയങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന നിരതരായിരിക്കും. ഈ അവസരം എല്ലാവരും ദൈവം നമുക്ക് നൽകിയതാണെന്നുള്ള ആന്തരിക ബോധ്യത്തോടു കൂടി സന്തോഷത്തോടെ വിനിയോഗിക്കുക. എല്ലാ ദിവസവും രാവിലെ ഇവിടെ ഉടമ്പടി ആരംഭിക്കുന്നത് 10 മണിക്കാണ്. അവസാനിക്കുന്നത് വൈകുന്നേരം 5:30 മണിയാകുമ്പോഴാണ് അവസാനിക്കുന്നത്. ആ സമയം മുഴുവൻ ഉടമ്പടി നിങ്ങൾക്ക് അതിൻ്റെ ഓരോ ഭാഗങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നടന്നുകൊണ്ടിരിക്കണം, അതേപടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ നിങ്ങളുടെ നിയോഗങ്ങൾ അതിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ടൈപ്പ് ചെയ്ത് കയറ്റിയതിന് ശേഷം നിങ്ങൾ അവിടെ തന്നെ മുട്ടിൽ നിന്നുകൊണ്ട് ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞവരും ചൊല്ലി വേണം അത് കാഴ്ചവെക്കാൻ. രണ്ടാമത്തെ അറിയിപ്പ്, നമ്മൾ മഹാറാലിയിലേക്ക് പോവുകയാണ്. ഇപ്പം തന്നെ ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്ന് എല്ലാ ദിവസവും ആൾക്കാർ 1000 മണിയുടെ അഖണ്ഡ ജപമാല വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ചിലരൊക്കെ ഇൻ്റർനെറ്റിൽ ആപ്ലിക്കേഷൻ വിട്ടിട്ട് ഞങ്ങൾ കൊറിയറായിട്ട് 1000 മണി ജപമാല മറ്റ് രാജ്യങ്ങളിലേക്ക് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരെല്ലാവരും അതാത് രാജ്യങ്ങളിൽ, നമുക്കറിയാം നമ്മുടെ ജനങ്ങൾ ഇപ്പോൾ പകുതി കേരളത്തിലും പകുതി പുറത്തുമായിട്ടാണ് താമസിക്കുന്നത്. പക്ഷെ പുറത്ത് താമസിക്കുന്നവർക്ക് തന്നെ ഒരു കൂട്ടായ്മയില്ലാത്ത പ്രശ്നങ്ങൾ ശരിക്കും ഉണ്ട്. നമുക്ക് കുറച്ചിടവകളൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടെങ്കിലും ഒരു ഇടവകയും ഇല്ലാത്ത സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഉടമ്പടി എടുത്ത് പോയ ആൾക്കാരുണ്ട്. അവിടെയൊക്കെ അവർക്ക് ആ കൂട്ടായ്മ നിലനിർത്തി കൊണ്ടുപോകാനും ആ ഉടമ്പടി എടുത്ത ആൾക്കാർക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ആ പ്രദേശങ്ങളിലെ പ്രയാസം അനുഭവിക്കുന്ന മറ്റ് സഹോദരങ്ങളെ കൂടി അതിലേക്ക് ചേർക്കാനും അങ്ങനെ വിശ്വാസത്തിൽ നിലനിൽക്കാനും അപ്പോസ്തലികമായൊരു ശുശ്രൂഷയാണ്. കാര്യം അപ്പോസ്തലന്മാർ ചെയ്തുകൊണ്ടിരുന്ന ഇതാണ്. അപ്പോസ്തലന്മാരുടെ പ്രബോധനത്തിൽ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേകം കഷ്ടപ്പാടുകളുടെ മഹത്വ കിരീടം അണിയണമെന്നും അപ്പോസ്തലന്മാർ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചെന്നാണ്. അപ്പോൾ വിശ്വാസത്തിൽ സ്ഥിരീകരിച്ച് നിലനിൽക്കുന്നത് ഒരു ദൈവപ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ ഈ ദൈവപ്രവർത്തനം അഭിഷേകം ലഭിച്ച ആൾക്കാർ ലീഡർഷിപ്പ് എടുത്തുകൊണ്ട് ആൾക്കാർ മറ്റുള്ളവരെയും കൂട്ടിക്കൊണ്ട് മനോഹരമായിട്ടാണ് ചെയ്യണത്. ഇപ്പോൾ ഹൂസ്റ്റണിൽ നിന്ന് ഇപ്പോൾ ഒരു ഇമെയിൽ വന്നിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരവിടെ നമ്മളുടെ 28-ാം തീയതി ഒക്ടോബർ മാസം 28-ാം തീയതി ഇവിടെ റാലി നടക്കുമ്പോൾ തന്നെ ഹൂസ്റ്റണിൽ അവർ സ്പെയിൻകാരെയും ആഫ്രിക്കൻസിനെയും അമേരിക്കൻസിനെയൊക്കെ കൂട്ടിക്കൊണ്ട് കൃപാസനം ജപമാല സഖ്യത്തിൻ്റെ പേരിൽ വലിയൊരു റാലി നടക്കാൻ പോവുകയാണ്. അപ്പം അത് ലോകത്തിലെ എല്ലാ ഭാഗങ്ങൾക്കും മാതൃകയാണ്. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ തന്നെ അമേരിക്കയിൽ മറ്റൊരു സ്ഥലത്ത് ഇതുപോലെ റാലി ഉണ്ടായിരുന്നു. അത് പിന്നെ പ്രോ ലൈഫായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. പക്ഷെ ഇതുപോലെ നിങ്ങൾക്ക് വ്യത്യസ്തമായ രാജ്യങ്ങളിലുള്ളവർക്കും വ്യത്യസ്തമായ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒക്ടോബർ മാസം 28-ാം തീയതി ഇവിടെ റാലിയുണ്ട്. പക്ഷേ ആ റാലിക്ക് വരാൻ മറ്റ് രാജ്യക്കാർക്ക് ഒത്തിരി പേര് വരുന്നുണ്ട്. ഒത്തിരി പേര് സ്ഥലങ്ങളിലൊക്കെ എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ബുക്ക് ചെയ്ത് വരാൻ പറ്റാത്തവർ അവരുടെ രാജ്യങ്ങളിൽ ഇതുപോലെ അടുത്തുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ജപമാല ചൊല്ലി റാലി നടത്തേണ്ടതാണ്.
എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ജപമാല എന്തുകൊണ്ടാണ് ജപമാല ചെല്ലണം? നമ്മുടെ ആസ്തിയും ശക്തിയും എന്ന് പറയുന്നത് ജപമാലയാണ്. നമ്മളിവിടം വരെ എത്തിയത് അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതും അതിൻ്റെ പേരിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉണ്ടായതും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയപ്പോൾ അമ്മ ഉടമ്പടി തന്നതും ഉടമ്പടിയിലൂടെ ലക്ഷോപലക്ഷം ജനങ്ങൾ ശക്തിയും സൗഖ്യവും വിടുതലും പ്രാപിച്ചതും ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആധ്യാത്മിക മുന്നേറ്റമായത് മാറിക്കൊണ്ടിരിക്കുന്നതും എല്ലാം ജപമാലയുടെ ബേസ്മെൻറ്റിലാണ്. നിങ്ങൾക്കറിയാമല്ലോ ജപമാല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റാത്തത്? ഒന്നാമത്തേൽ ഇതിൽ അപ്പോസ്തലന്മാരുടെ കാലത്ത് അവർ പ്രഘോഷിച്ച അതിന് നമ്മൾ കെരിഗ്മ എന്നാണ് പറയുന്നത്. കെരിഗ്മ അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങളുടെ ഉള്ളടക്കങ്ങളെ കെരിഗ്മ എന്നാണ് പറയണത്. അപ്പോസ്തലിക് ടീച്ചിങ് ഗ്രീക്കാണ്. അപ്പോൾ അവരുടെ ടീച്ചിങ്ങിൻ്റെ കണ്ടൻറ് എന്തായിരുന്നു? ആ കണ്ടൻറ് അതേപടി ജപമാലയിലുണ്ട്. അതാണ് ജപമാല ഇങ്ങനെ ഇടിവെട്ടായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം. അപ്പോസ്തലിക് ടീച്ചിങ്ങിൻ്റെ കണ്ടൻറ് 4 കണ്ടൻറ്റാണുള്ളത്. അതായത് ഒന്ന്, ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ദീർഘദർശികളുടെ പ്രബോധനങ്ങൾ. രണ്ടാമത്തത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം. മൂന്നാമത്തത് ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ മരണം. നാലാമത്തത് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും വീണ്ടും വരവും. ഇത്രയും കാര്യങ്ങളാണ് കെരിഗ്മയിലുള്ളത്. കെരിഗ്മ അപ്പോസ്തല പ്രബോധനങ്ങൾ അതേപടി കെരിഗ്മ സെറ്റിൻ്റെ പ്രയർ, കെരിഗ്മയെ പ്രാർത്ഥനയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ലോകത്തിലെ എല്ലാ സഭകളിലുമുള്ള ഇതിനേക്കാൾ ഏറ്റവും ലളിതമായ ശക്തമായ രൂപം എന്ന് പറയുന്നത് ജപമാലയാണ്. അപ്പം അതുകൊണ്ട് ദൈവം അത് കൈമുദ്ര ദൈവത്തിൻ്റെ കൈവപ്പുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് അതിൻ്റെ വചനമുണ്ട്, രക്ഷാകര ചരിത്രമുണ്ട്. അതേസമയം തന്നെ വചനത്തെ പ്രാർത്ഥനയാക്കുന്ന വചനത്തെ പ്രാർത്ഥനയാക്കുന്ന പ്രാർത്ഥന പോലും വചനങ്ങളാണ്. സ്വർഗ്ഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയവും 6 വചനങ്ങളാണ്. അതായത് അത്രയ്ക്ക് വചന നിബിഡവും വചനബന്ധവും വചനശക്തവുമായ ഒരു സ്പിരിച്വൽ എക്സ്പ്ലോഷീവാണ് ശരിക്കും പറഞ്ഞാൽ ജപമാല. അത് ആർക്കാണ് ബലമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ TMD അതിൻ്റെ ഇന്ധനക്ഷമത മനസ്സിലാക്കിയിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന പവർഫുൾ സ്കിൽഫുള്ളായിട്ടുള്ള റോസറി റെസൈറ്റേഴ്സ് ഉണ്ട് ഇന്ന് സഭയിൽ. ചിലരിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പ്രാർത്ഥനാരൂപം പോലെ ഈ ചവിട്ടോർമ്മ ചരണം പോലെ ഇപ്പോഴും ചില അമ്മാമ്മമാരെ ചെല്ലുന്നുണ്ടെങ്കിലും ജപമാലയിലുള്ള ഓരോ മണികളെയും ഓരോ ബുള്ളറ്റ് പോലെ ഇങ്ങനെ കൃത്യമായിട്ട് ഷാർപ്പ് ഷൂട്ട് ചെയ്തു പോകുന്ന ആൾക്കാർ പഠിച്ചിട്ടാണ് ചെയ്യണത്. കാര്യം ഓരോ വിഷയം രക്ഷാകര സംഭവങ്ങൾ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസം ജപമാലയായിട്ട് പ്രഘോഷിക്കുകയും റാലിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന വലിയ സുവിശേഷ മുന്നേറ്റമാണ് ജപമാല റാലി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിലേക്ക് ആൾക്കാർ പങ്കെടുക്കുന്നവർ ഭക്തിയോടെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ടാണ് തങ്ങൾ യാത്ര ചെയ്യുന്നതെന്ന് അനുഭവിക്കുകയും അമ്മ അവിടെ കൂടെ സഞ്ചാരി മാതാവായിട്ട് കൂടെ നടന്നുകൊണ്ട് അമ്മയുടെ സൗഖ്യവും സന്തോഷവും ആവേശവും ധൈര്യവും ശക്തിയുമൊക്കെ കൊടുത്തുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ സുവിശേഷത്തിന് സാക്ഷികളായി നമ്മളെ മാറ്റുന്ന ജപമാല റാലിയെ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റാലിയിൽ പങ്കെടുക്കാൻ പോകുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാക്കി മക്കളെയും കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മൂന്നാമത്തെ അറിയിപ്പ്, ഒക്ടോബർ മാസം 28-ാം തീയതി ഇവിടെ ജപമാല റാലിക്ക് വരുന്നവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ 5:30 മണിക്ക് ജപമാല റാലി സ്റ്റാർട്ട് ചെയ്യാം. കാര്യം രാത്രി ഒരു 1000 പേരോളം ഇവിടെ വന്ന് സ്കൂളിൽ താമസിക്കുന്നുണ്ട്. അവരുമായിട്ട് പിന്നെ ആൾക്കാർ വന്ന് ശരിയാണ്. 5:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വണ്ടിയിലും കാറിലും വരുന്നവർ ഒരു കാരണവശാൽ സ്പീഡ് എടുക്കരുത്. നിങ്ങളുടെ ആ സ്വാഭാവികമായ ശാന്തമായ സമയമെടുത്ത് വന്ന് ചേർന്നാൽ മതി റാലിയുടെ കൂടെ. അതിങ്ങനെ വൈകുന്നേരം വരെ ഉണ്ട്. കാര്യം ഈ 2 ലക്ഷത്തോളം ആൾക്കാർ ചെന്ന് എത്തണ്ടേ. അപ്പോൾ അതവിടെ ചെന്നിട്ട് 3 കുർബാന അവിടെ ഉണ്ട്. അപ്പോൾ അത് ഈ അവസാനത്തെ ആൾ വരുന്നവരെ അവിടെ ശുശ്രൂഷ അലർത്തുക പഴി നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ
പോലീസ് നിങ്ങളെ കടത്തിവിടാൻ വേണ്ടി ജപമാല റാലിയുടെ ഭാഗമാണ് നിങ്ങളുടെ വാഹനമെന്നറിയാൻ വേണ്ടി വാഹനത്തെ ജപമാല റാലിയുടെ പടങ്ങൾ ഒട്ടിച്ചു വെക്കണം. ജപമാല റാലി കൃപാസനം ആലപ്പുഴ ടു അർത്തിങ്കൽ ടു കലവൂർ ടു അർത്തിങ്കൽ എന്നും പറഞ്ഞ് എഴുതി വെക്കണം. അപ്പോഴേ പോലീസ് കടത്തി വിടുക, അല്ലെങ്കിൽ പോലീസ് നിങ്ങൾ ബൈ റൂട്ട് എടുത്ത് വേറെ സ്ഥലത്തേക്ക് വിടുക. അപ്പോൾ അത് ഇങ്ങോട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ മുമ്പിൽ ഇതുപോലെ ജപമാല റാലി, ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കൃപാസനം ഇപ്പോഴത്തെ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് എടുത്ത് ഒട്ടിച്ച് വെച്ചാലും കുഴപ്പമില്ല, മനസ്സിലാവും. ഒന്നും കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മാർഗത്തിൽ DTP എടുത്തിട്ട് ജപമാല റാലി കൃപാസനം ഒന്ന് എഴുതി വെക്കണം, ഒട്ടിച്ച് വെക്കണം, നല്ലതാണ്. പക്ഷേ അതിൻ്റെ നിങ്ങളുടെ കൂടെ എപ്പോഴും ഇത്തിരി വെള്ളം കരുതണം, ലഘു ഭക്ഷണം കരുതണം. പിന്നെ തുലാമാസമാണ്, ഉച്ച കഴിഞ്ഞ് മഴ ഉണ്ടെന്നുള്ള ഓർമ്മയിൽ കുട കരുതണം. അപ്പോൾ നമുക്ക് സ്വസ്ഥവും സമാധാനമായിട്ട് റാലി മുറിയാതെ പങ്കെടുക്കാൻ പറ്റും. ആവശ്യത്തിന് ഭക്ഷണം വെള്ളമൊക്കെ വഴിനീളെ കരുതിയിട്ടുണ്ട്, അർത്തിങ്കൽ പള്ളിയിലും കരുതിയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ 5 ലക്ഷം ബണ്ണാണ് അതിന് വെള്ളവും കാപ്പിയൊക്കെയാണ് അറേഞ്ച് ചെയ്തത്. പിന്നെ വഴിനീളെ ഒത്തിരി പേർക്കും. അപ്പം അതുകൊണ്ട് എങ്കിലും എനിക്കത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളുടെ കയ്യിൽ ഈ അവിടെ ഇവിടെ നിന്നും കുടിച്ചും നമ്മൾ ചെല്ലണതിന് പകരം നമ്മുടെ കയ്യിൽ അത്യാവശ്യം വേണ്ട സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. തന്നെയല്ല റാലി പ്രാർത്ഥന മുറിയാതെ മുന്നോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങൾ കരുതണമെന്ന് അച്ഛൻ പറയാൻ കാരണം. റാലി പങ്കെടുക്കുന്ന എല്ലാവരെയും, ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെയും, വരുന്ന വാഹനങ്ങളെയും തിരിച്ചു പോയി അവർ സ്വസ്ഥവും സമാധാനവും സന്തോഷവും അനുഗ്രഹം പ്രാപിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയം വരെയുള്ള ഓരോ കുഞ്ഞിനെയും ഓരോ വാഹനത്തെയും സമർപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി സംഘടിപ്പിക്കുന്ന പ്രേക്ഷിതരെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ഉറപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസവും ഉടമ്പടി എടുക്കുന്നതിനും ഉടമ്പടി പുതുക്കുന്നതിനും കൃപാസനത്തിൽ അവസരമുണ്ടാകും. എല്ലാ ദിവസവും പരീക്ഷയിൽ ഹോൾ ടിക്കറ്റ് കൊണ്ടുവരുന്നവർക്ക്, ഉടമ്പടി എടുത്തവർക്ക് അച്ഛനെ കാണാനുള്ള അവസരമുണ്ട്. രോഗികൾക്ക് അച്ഛനെ കാണാൻ അവസരമുണ്ട്. അതുപോലെ തന്നെ കടം, സാമ്പത്തിക ബാധ്യത എല്ലാം രേഖ വേണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അടിയന്തരമാണെന്ന് സൂചിപ്പിക്കുന്ന രേഖ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉടമ്പടി ഓക്കെ ആണെങ്കിൽ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് അച്ഛനെ കാണാനുള്ള ചീട്ട് തരുന്നതായിരിക്കും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ സാക്ഷ്യം പറയുന്ന 15 ആൾക്കാരും അച്ഛനെ കണ്ടവരല്ല. 15 95% പേരും ഉടമ്പടി മര്യാദക്കെടുത്ത് ദൈവം അവരെ അനുഗ്രഹിച്ചതാണ്. എങ്കിലും കൂടുതൽ പ്രയാസം ഇരിക്കുന്നവരെ ഞാൻ കാണുന്നുണ്ട്. ആരെയും കാണാതെ വിടത്തില്ല. പിന്നെ ചിലർ കണ്ടില്ലെന്നൊക്കെ പറയണത് വഴിയെ പോകുമ്പോൾ ഇങ്ങോട്ട് ഉടമ്പടി പേപ്പറുമില്ല, ഒരു പേപ്പറുമില്ല, ചുമ്മാ കയറി വന്നവർ മാത്രമേ, അവിടെ രേഖയൊന്നുമില്ല, അതുകൊണ്ടാണ് കാണാത്തത്. അപ്പോൾ നമ്മുടെ ഉടമ്പടി ധ്യാനകേന്ദ്രം കൊണ്ട് നമ്മൾ ഉടമ്പടിയുടെ ജീവിതമാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. ആ ഉടമ്പടിയിൽ ആൾ ജീവിക്കുന്നുണ്ടോ ഇല്ലയാണ്. അപ്പോൾ ഉടമ്പടിയിൽ ജീവിച്ച് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട സുവിശേഷ സാക്ഷിയായി മാറുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെയാണ് ഈ ധ്യാനകേന്ദ്രം ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇവിടെ വരുന്നൊരു ഉടമ്പടി എടുക്കാനും ഉടമ്പടി പ്രകാരം ജീവിക്കാനാണ് വരുന്നത്. അവർ നമ്മൾ കാണുകയും അവരുടെ അടിയന്തര ആവശ്യങ്ങൾ സഹായിക്കുകയും ചെയ്യും. അതിനുള്ള സമയമേ നമുക്ക് ഉള്ളൂ. കാര്യം ഇപ്പം തന്നെ ഈ തിരക്ക് കണ്ടില്ലേ, ഞായറാഴ്ച അച്ഛൻ ആൾക്കാരെ കാണാത്ത ദിവസമായിട്ട് പോലും ഇന്ന് വ്യാഴാഴ്ച. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ, ഏറ്റവും പ്രയാസം കൂടിയ ആൾക്കാരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ. അപ്പം അതുകൊണ്ട് അവർക്ക് സ്വാഭാവികമായിട്ട് കാണാനുള്ള ഉപദേശം സ്വീകരിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും സാക്ഷ്യം പറയാൻ അവസരമുണ്ട്. ഇപ്പോഴേ സാക്ഷ്യങ്ങളുടെ ക്വാളിറ്റി കൂടിയില്ലേ. അമ്മ എല്ലാവർക്കും ധൈര്യം കൊടുത്തുകൊണ്ടും പോംവഴി കൊടുത്തുകൊണ്ടും ഇങ്ങനെ ചെയ്യണം, ഇതുപോലെ ചെയ്താൽ മതി എന്നൊക്കെ നേരിട്ട് സംസാരിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ ദൈവത്തെക്കുറിച്ച് കിട്ടാത്ത അനുഭവങ്ങളാണ് ഇപ്പോൾ ആൾക്കാർ പറയണത്.
അവിടെ അനുഭവങ്ങളിലൂടെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കുറച്ചുകൂടി കാർക്കശ്യമായിട്ട് ഉടമ്പടി ഉപ്പ് നോക്കാൻ വന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പോകാൻ വേണ്ടി നോക്കുക, അങ്ങനെ വരാതിരിക്കുന്നത് നല്ലത്. നിങ്ങൾ ഉടമ്പടി ജീവിക്കാൻ വേണ്ടി തയ്യാറായി വന്നാൽ ദൈവം നിങ്ങളുടെ കൂടെ വരും. ആ കൂടെ വന്ന ചരിത്രമല്ലേ കാണുന്നത് അമ്മ മുഴുവനും. അമ്മയെ ചേട്ടത്തെ കണ്ടപ്പോൾ എനിക്ക് ധൈര്യം തോന്നി നിലപ്പെടുന്നത്. അപ്പം അമ്മ ഉദ്ദേശിച്ചത് ധൈര്യം കൊടുക്കുകയാണ്, നീ മര്യാദ നിൽക്ക്, എല്ലാ കാര്യം ചെയ്യുമെന്നല്ല എൻ്റെ അർത്ഥം. അപ്പം നമ്മുടെ ജീവിത പ്രശ്നങ്ങളോട് പച്ചയായിട്ട് ഇതുപോലെ പ്രതിഫലിക്കുന്ന ഒരു പ്രാർത്ഥനാരൂപം ഈ ലോകത്തുണ്ടാകത്തില്ല. അത്രയ്ക്കും സാക്ഷ്യങ്ങളുടെ കണ്ടില്ലേ, ആയിരക്കണക്കിന് 10,000-കണക്കിന് സാക്ഷ്യങ്ങളല്ലേ. ഇതെല്ലാം ഈ ടേബിളിൽ പറഞ്ഞിട്ടുള്ളതല്ലേ, അല്ലാതെ പുറത്തുള്ള സാക്ഷ്യമല്ലല്ലോ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി കൃത്യമായിട്ട് പഠിച്ച് വിശ്വസ്തയോടെ പാലിക്കുക. തീർത്ഥാടകരെ താമസിപ്പിക്കുന്നതിന് വേണ്ടിയും അവർക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ താമസിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് നമ്മൾ മരിയൻ ഗാർഡൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അതിനകത്ത് മുറികൾ ആവശ്യമുള്ളവരെ 3-4 ദിവസം താമസിക്കുന്ന ആഗ്രഹമുള്ളവരെ അങ്ങനെ 5 ദിവസം ഫ്രീ ആയി 5 വർഷം ഫ്രീ ആയിട്ട് 4 ദിവസം വെച്ച് മുറി കിട്ടും. അതിനുവേണ്ടി 9447696815 നമ്പറിൽ വിളിക്കുക.